അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ശുശ്രൂഷിപ്പാൻ നമുക്ക് സമയം കൊടുക്കാം. ഇന്ന് വളരെ വൈകിയതിനാൽ നമ്മൾ ഈ മീറ്റിംഗ് വളരെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ദൈവം നമ്മളെ അതിശയമായി നടത്തുന്നതിനായി സ്തോത്രം. And the servant of God does not have time to now minister from the word of God. God willingly, he will be here soon, and then we will be definitely giving him more opportunities to speak from the word of God. ദൈവത്തിന് സ്തോത്രം. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനായി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. And let us thank the Lord because God has been blessing us till this moment. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞു. And we have heard from the word of God. അതാണ് ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ദൈവം തന്നത്. And that is the manna God has given us to feed in our lives. Praise the Lord. Amen. ദൈവത്തിന് സ്തുതി കൊടുത്തിട്ട് വേണം നമുക്ക് കടന്നു. And we need to give praise to God and go from here. നമുക്ക് ദൈവത്തെ അത്യുച്ചത്തിൽ ദൈവത്തിന് and let us praise the Lord with our voices today. ബലപ്പെട്ട് നമുക്ക് കടന്നു പോകാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമ്മൾ ധനവാന്റെ ലാസറിന്റെയും കാര്യം കേട്ടു. And we heard about the rich man and Lazarus. 2 minutes. നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് $1400 കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഡോളർ ഒറ്റ ദിവസത്തന്നെ ഉള്ളൂ, അത് കഴിയുമ്പോൾ അത് ഡിസപ്പിയർ ആവും. And one person went and gave another person $1,400 and said, this number of dollars is for one day, the next day it will disappear. നീ അത് വൈസായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. And he said, you use this amount wisely. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കത്തില്ല. You cannot deposit to the bank. ഇതുകൊണ്ട് നീ എന്നാ വേണേലും മേടിച്ചോണം, അത് യൂസ് ചെയ്തോണം, അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോൾ ഡിസപ്പിയർ. And you use it wisely, do whatever you want with the money because in 24 hours this money will disappear. ഓരോരുത്തർ പാഞ്ഞു നടന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനം എല്ലാം മേടിയില്ല. And everybody he who received the money is buying lot of things at that time. എന്നാൽ ഒരുവൻ തീരുമാനിച്ചത് അധികം യൂസ് ചെയ്യാൻ പോകുന്നില്ല, ഇത് ചുമ്മാ പറയുന്നത്, ഇത് പോത്തൊന്നും ഇല്ലെന്ന്, ബാങ്കിൽ കൊണ്ടൊന്ന് ഡെപ്പോസിറ്റ് ചെയ്തത്. And but one person thought that this money will not go waste, they are just saying let me go and deposit in the bank. ഒരുവൻ തീരുമാനിച്ച് ഏതായാലും 24 മണിക്കൂർ ഉണ്ടല്ലോ, 24 മണിക്കൂർ ആ പണം പൈസ വെച്ചോണ്ടിരുന്നു. And 24 hours he thought that one other person thought 24 hours is there, let me put the money in my purse. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പൈസ പോക്കറ്റിൽ വെച്ചോണ്ടിരുന്നതിന്റെ കയ്യിൽ നിന്ന് disappear. And 24 hours the person who put the money in his pocket, it disappeared. യൂസ് ചെയ്തവന് ഉപയോഗമായി തീർന്നു. And those who used the money, it became useful for them. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതുപോലെയാണ്. And this is what the Lord desires in our life. The life എന്ന് പറയുന്നത് ചില നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. Life is given for a specific period in our life. അത് നമ്മൾ യൂസ് ചെയ്യേണ്ട പോലെ യൂസ് ചെയ്താൽ അത് പ്രയോജനമാണ്. If you use your life in the appropriate manner, it will be useful for you. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന സമയം നിങ്ങൾ പാഴാക്കാതെ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീർന്നാൽ അത് സ്വർഗ്ഗത്തിലാണ് മറുപടി. The children of God who are called and chosen by God, if you use your time for God, in heaven there is a great reward for നമ്മൾ that. കേട്ടതുപോലെ ഹല്ലേലൂയ, ധനവാന്റെ കാര്യം നിങ്ങൾ കേട്ടു. And you heard about the rich man. അനേക കാര്യങ്ങൾ ധനവാൻ കേട്ടതാണ്. And many things the rich man heard in his life. അന്നേരം അവൻ അത് യൂസ് ചെയ്യാൻ ഒത്തില്ല. And he did not use and made the right choice in his നരകത്തിൽ life. ചെന്നപ്പോഴാണ് കാര്യം പിടികിട്ടുന്നത്. And when he reached hell, he understood it. നമുക്ക് അതുപോലെ സംഭവിക്കാൻ ഇടയാകാം. And let that not happen in our lives. നിങ്ങൾക്ക് അടുത്ത ഒരാഴ്ച തൊട്ട കാലം ദൈവം വരുന്നതിന് മുമ്പ്, ഈ അടുത്ത ആഴ്ച നമ്മൾ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് തരുന്നുവെങ്കിൽ ദൈവത്തിന് പ്രയോജനമുള്ളവരായി നമുക്ക് ജീവിക്കാം. And one more week God gives in your life before you come for next week's worship service. Be useful for the Lord. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. And give yourself into the hands of God. ദൈവത്തിനായി മുഴുവനായി നമുക്ക് ഏൽപ്പിച്ചു. And give yourself completely into the hands of God. ദൈവത്തിന്റെ ആത്മാവിനെ May the Spirit of God guide us. നമുക്ക് പ്രാർത്ഥിക്കാം. Let us all pray right now. Praise the Lord. Hallelujah. Hallelujah. Paulson പ്രാർത്ഥിച്ചാൽ. Praise the Lord. Brother Paulson shall pray. Hallelujah. സ്തോത്രം പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ വൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ അങ്ങ് ആരാധിപ്പന്ന കൊണ്ടും കർത്താവിനാണ് ജീവിതത്തിൽ അവിടെ ഒരുക്കി തന്ന നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. കഴിഞ്ഞ ആഴ്ച കൂടെ കർത്താവ് ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുവന്ന കൊണ്ടും കർത്താവെ, അവിടെ ഞങ്ങളെ രക്ഷിച്ചതിന്റെ വിധങ്ങൾ ഓർക്കുവന്ന കൊണ്ടും കർത്താവെ, ഹാലിൽ നിന്ന് വൽക്കാലം ഞങ്ങളെ സഹായിച്ചനായി സ്തുതിക്കുന്ന കർത്താവ്. അവിടുന്ന് കാലൂർ കോഴ്സിൽ കർത്താവ് യാഗമായി കർത്താവെ ഓർക്കുവന്ന കൊണ്ട് ഇടയാക്കിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹാലേലുയ. അവിടെ നിങ്ങൾ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവെ, അവിടെ നിങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് കർത്താവെ, രക്ഷിച്ചതിന്റെ കർത്താവ് സ്വർഗ്ഗസ്ഥലങ്ങളിൽ കർത്താവെ, ഹാലിൽ സ്വർഗ്ഗത്തിന് അവകാശികളാക്കി കർത്താവെ, അവിടെ നിങ്ങളെ മാറ്റിനായി നിങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഇന്ന് മൽക്കാലം അത് ഓർക്കുവന്ന കൊണ്ടും കർത്താവെ, കാലൊരു സ്നേഹത്തെ ധ്യാനിപ്പന്ന കൊണ്ട് ഞങ്ങൾക്ക് ഇടയാക്കിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് മൽക്കാലം കർത്താവ് കർത്താവിന്റെ വനത്തിൽ നിന്ന് കേൾപ്പിച്ചനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹാലേലുയ. ദൈവം സംസാരിക്കണം കർത്താവിന്റെ ദാസനെ കർത്താവിനെ ബലപ്പെടുത്തിനായി സ്തുതിക്കുന്ന കർത്താവെ. ഹാലേലുയ. ദൈവങ്ങൾ കർത്താവിന്റെ വനത്തിൽ കേട്ട പ്രകാരം കർത്താവെ, നിങ്ങളായി തീരുമാനം നിങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
ദൈവമേ ധനവാന് പറ്റിയതുപോലെ കർത്താവേ നിങ്ങൾക്ക് ആർക്കും കർത്താവ് ഒരിക്കലും കർത്താവേ അങ്ങനെ അടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അനുവദിക്കലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയിൽ തന്നിരിക്കുന്ന ആയുസ് കർത്താവേ ഹല്ലേലൂയ അത് ഏറ്റവും ചുരുങ്ങിയാണെന്ന് അടിയിൽ മനസ്സിലാക്കുന്ന കർത്താവേ. ആ അടിയിൽ തന്നിരിക്കുന്ന ആയുസ് കർത്താവേ അങ്ങനെ പറയാനുള്ള അങ്ങനെയൊക്കെ പറയാനുള്ളവനായി ഉള്ളതുപോലെ ജീവിപ്പാൻ കൊണ്ടും കർത്താവേ അതങ്ങനെ പ്രകാരം ഉപയോഗിക്കാൻ കൊണ്ടും കർത്താവ് നിങ്ങളെ സഹായിക്കണമേ എന്നാണ് നിങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ഹല്ലേലൂയ. അടിങ്ങൾ കർത്താവേ നിന്റെ സമയത്ത് കർത്താവേ കർത്താവേ സ്വന്തം രക്ഷമായിട്ട് സ്വീകരിച്ച കർത്താവേ ദൈവത്തിന്റെ മക്കളായി തീരുവന്ന കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവേ ഹല്ലേലൂയ അവിടെ ഭാഗ്യം തന്നിരിക്കാതെ സ്തോത്രം കർത്താവേ. അപ്രകാരം കർത്താവേ ഭാഗ്യം ലഭിക്കാത്ത ആരെങ്കിലും കർത്താവ് ഇന്ന് വാൽക്കാലൂടെ ഉണ്ടെങ്കിൽ കർത്താവേ അങ്ങനെയുള്ളവരുടെ കർത്താവോട് സംസാരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ദൈവം അവർ കൊടുത്തിരിക്കുന്ന നല്ല വചനത്തിനായി സ്തോത്രം കർത്താവ് അവരുടെ ജീവിതത്തിൽ കർത്താവേ ആ വചനം ക്രിയ കൊണ്ടും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. നന്ദിയുടെ സ്തോത്രം കർത്താവിന്റെ വരവ് താമസിക്കുന്ന കർത്താവേ നിങ്ങൾക്ക് ആയുസുണ്ടെങ്കിൽ കർത്താവേ ആഴ്ച മുഴുവനും കർത്താവേ നിന്റെ കൃപയിലായിരിക്കാൻ കൊണ്ടും അടികളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദിവസങ്ങൾ കർത്താവേ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവെ പ്രയോജനപ്പെടുത്തുവന്ന കൊണ്ടും അടികളെ കർത്താവെ തുടർന്നും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാ നന്മകൾക്കായി സ്തോത്രം എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ദൈവങ്ങളിലേക്ക് സകല കാര്യങ്ങളും പരിവേൽപ്പിക്കുന്ന കർത്താവെ അങ്ങനെ പ്രാർത്ഥന ചെയ്യാനും കേട്ടനായി സ്തോത്രം യേശുവിന്റെ വലിയ നാമത്തിൽ യാചിക്കട്ടെ കരുണ കേൾക്കണം പിതാവേ. You all can stand together and sing a song and greet each other. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് സ്തോത്രം പാടി വിശദീകരണം ചെയ്യാം. Praise the Lord. जय जय प्रभु यीशु की, जय जय प्रभु यीशु